ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമാബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടും ആനുകാലികമായ ബന്ധപ്പെട്ടും ഒക്കെയുള്ള വിഷയങ്ങളാണ് സ്നേഹക്കൂടിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തു വരുന്നത്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് ഫാമിലികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിനുള്ള പരിഹാരങ്ങളൊക്കെ ആയിരുന്നു നിർദ്ദേശിച്ചത്. അതിൻ്റെ ഇൻഷാ അല്ലാഹ് ഒരു ഭാഗം കൂടി നമുക്ക് ചെയ്യാനുണ്ട് എന്ന് ഫീഡ്ബാക്കുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുന്നുണ്ട്. അത് വരും ഘട്ടങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് കേരളം ഒരുപാട് ചർച്ച ചെയ്യുന്ന, കേരളത്തിൽ മാത്രമല്ല മൊത്തത്തിൽ പല ഏരിയകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഗോസ്റ്റ് ഹൗസുകൾ. നമുക്കറിയാം, ഗോസ്റ്റ് ഹൗസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുന്നത് എന്നതാണ് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നത്. അതാണ് സ്നേഹക്കൂടിൻ്റെ വിഷയമായി ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എടുക്കാൻ കൂടി കാരണം. വയോജനങ്ങളെ പരിപാലിക്കാൻ പലപ്പോഴും അതൊരു പ്രയാസമായി, അതൊരു ബുദ്ധിമുട്ടായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും ആ രൂപത്തിലൊക്കെ ചില കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നു, കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കാണേണ്ടി വരുന്നു. അപ്പം അവിടെ എന്താണ് പരിഹാരം? ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ രമ്യമായി നമുക്ക് പരിഹരിക്കാം എന്നതിലേക്കാണ് ഇന്നത്തെ ഒരു ചർച്ച ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേരുന്നത് ബഹുമാനനായ പ്രൊഫസർ കെ.പി. സഹദ് സാറാണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും സർ. വലൈക്കും അസ്സലാം. ഇനിയൊരു ആമുഖത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. നമ്മൾ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിൽ പല വാർത്തകൾ, ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്ക്, അതോടൊപ്പം തന്നെ ഇത് കാണുന്ന ആളുകൾക്കൊക്കെ ഏറെ ഉപകരിക്കുമെന്ന് തോന്നാൻ. ബിസ്മില്ലാ. അതായത് പ്രായം ചെന്ന ആളുകളുടെ പരിചരണം, ഇപ്പോൾ ആധുനിക സൈക്കോളജിയിൽ അതിൻ്റെ ഒരു ടേമായിട്ട് പറയുന്നത് ജെറിയാട്രിക്സ് എന്നാണ്. ഒരു കാലത്ത് കുടുംബ വ്യവസ്ഥിതിയിൽ ജീവിച്ചവരാണ് നമ്മളൊക്കെ. അന്ന് വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു. ഒന്നിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ പ്രായം ചെന്ന ആളുകളുടെ പരിചരണം എന്നുള്ളത് ഒരു വിഷയമായിരുന്നില്ല. ഇന്ന് ആ ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക്, ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നതോടുകൂടി ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി മുതിർന്ന പ്രായം ചെന്ന വയോധികരെ പരിചരിക്കുന്ന വിഷയം തന്നെയാണ്. ഒരുപാട് മക്കളുള്ള കുടുംബങ്ങളിൽ പോലും, ഇപ്പോൾ 8 കുട്ടികളും 6 കുട്ടികളൊക്കെ ഉള്ള കുടുംബങ്ങളിൽ പോലും മാതാപിതാക്കളെ പരിചരിക്കാൻ, അവരെ കെയർ ചെയ്യാൻ, അവരെ സാന്ത്വനിപ്പിക്കാൻ, അവർക്ക് വേണ്ട പ്രാഥമികമായ ശുശ്രൂഷകൾ ചെയ്യാൻ ആരെയും കിട്ടുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ സ്നേഹക്കൂടിലേക്ക് ഇത്തരം ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സമൂഹത്തിൽ പരിവർത്തനവും മാറ്റവും ഉണ്ടാവണമെങ്കിൽ നമ്മൾ അത് നിരീക്ഷിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യണം. ഈ അശ്രദ്ധ എന്നുള്ളത് ഏറ്റവും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ അദാബുകൾ അല്ലെങ്കിൽ ശിക്ഷകൾ, പരീക്ഷണങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? നമ്മൾ അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാവും. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ തെറ്റ് തിരുത്താനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ സ്വയം എപ്പോഴും ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പൂർണ്ണരാണ്, നമുക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല, ഞാൻ 100% ഓക്കെയാണ്. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ച് നടക്കുമ്പോൾ പിന്നെ അവിടെ മാറ്റം ഉണ്ടാവില്ല. നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഒരു ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ഇവാലുവേഷൻ, നമ്മൾ നമ്മെ ഇടയ്ക്കിടയ്ക്ക് ഹാസിബു ഖബല അൻ തുഹാസബു എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. അപ്പോൾ ആ വിചാരണയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ആത്മപരിശോധനയുടെ ഭാഗമാണ് നമ്മെ പോറ്റി വളർത്തുന്ന, നമുക്ക് വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെട്ട വഹനൻ അലാ വഹൻ എന്നൊരു പ്രയോഗം വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ക്ലേശങ്ങൾക്ക് മുകളിൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ് ഉമ്മ പ്രത്യേകിച്ച് നമ്മെ ഗർഭം ധരിച്ചത്, പോറ്റി വളർത്തിയത്. അവസാനം അവർ ഉണങ്ങുകയാണ്, അവർ വയസ്സാവുകയാണ്. ഈ സമയത്ത്
പ്രായം ചെന്നവരെ പരിഗണിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരെ അവഗണിക്കുക, അവർക്ക് വേണ്ടി നമ്മുടെ ക്വാളിറ്റി ടൈം, ഏറ്റവും മൂല്യമുള്ള നമ്മുടെ സമയം ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവാതിരിക്കുക എന്നുള്ളത് അത് സത്യത്തിലൊരു രോഗമാണ്. ആ രോഗത്തിനാണ് സത്യത്തിൽ ഈ സ്നേഹക്കൂടിൽ കൂടി നമ്മൾ ചികിത്സ നൽകേണ്ടത് എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. തീർച്ചയായും അതുതന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അഥവാ ഇതൊരു രോഗമാണ്. ഈ രോഗത്തിന് ചികിത്സ എന്താണ് എന്നുള്ളതാണ്. ആ ചികിത്സ എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കുമ്പോഴാണ് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കൂ. നോക്കൂ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഈസ് മൈ ഡ്യൂട്ടി, എൻ്റെ ഉത്തരവാദിത്തം എന്താണ്, അല്ലേ, എൻ്റെ കർത്തവ്യം എന്താണ്. ആ കർത്തവ്യം ഞാൻ നിർവഹിക്കുമ്പോൾ അതിലൂടെ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകുന്നു. അതിലുപരി നാഥൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ രൂപത്തിൽ ഈ ഒരു വിഷയത്തിനെയും കാണണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സർ, ഇപ്പോൾ പല വാർത്തകൾ നമ്മൾ കാണാറുള്ളത്, നമ്മുടെ നാടുകളിൽ പോലും അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നു. മാതാപിതാക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ട്, മക്കളൊക്കെ വിദേശത്താണ്, ഇവിടെ എന്തെങ്കിലും താൽക്കാലികമായ വല്ല ഹോം നേഴ്സിനെയോ വെച്ച് പോകുന്നു, അല്ലെങ്കിൽ വീക്കിലി വന്ന് ഇവരുടെ കാര്യങ്ങൾ പരിചരിച്ച് പോകുന്ന അവസ്ഥയൊക്കെ ഒരുക്കി കൊടുക്കുന്നു. എന്നിട്ട് അവർ വിദേശത്ത് കഴിയുന്നു. ഫോണിൽ കിട്ടാതെ വരുമ്പോഴാണ് തൻ്റെ മാതാവ് അല്ലെങ്കിൽ തൻ്റെ പിതാവ് ഈ ലോകത്തു നിന്നും എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുന്നു എന്നറിയുന്നത്. അന്വേഷിച്ച് അവിടെ എത്തുമ്പോഴേക്കും 1-2 ദിവസമൊക്കെ കഴിഞ്ഞു പോയ വാർത്തകൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒന്നല്ല, പല വാർത്തകൾ ഈ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കുക എന്നതുകൂടിയാണ് നമ്മുടെ ഈ ഒരു സ്നേഹക്കൂടിൻ്റെ ഈ ഒരു എപ്പിസോഡിൻ്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഏതൊരു ആസ്പെക്റ്റിലാണ് സമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സമൂഹം ഏതൊരു ആസ്പെക്റ്റിലാണ് ഈ ഒരു വിഷയം ഏറ്റെടുക്കേണ്ടത്? ഈ പ്രായമുള്ള ആളുകളെ പരിചരിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒളിച്ചോടാൻ പറ്റില്ല. കാരണം നമുക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ആരോഗ്യം. 2 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞെടുത്ത്, ഒന്ന് ഒഴിവ് സമയം, 2 ആരോഗ്യമാണ്. അപ്പോൾ എൻ്റെ ആരോഗ്യം ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന്, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കാൻ പാടില്ല. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം നമ്മൾ നീക്കി വെക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ബർക്കത്ത് അല്ലെങ്കിൽ സമാധാനം, സന്തോഷം നൽകുന്നതാണ്. കുറേ ആളുകൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പൂർവികരായ സാത്വികരായ ആളുകൾ അവരൊക്കെ അവരുടെ സ്വന്തം കാര്യം നോക്കിയിട്ടില്ല. അവർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്, അവർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ എൻഗേജ് ചെയ്തൊക്കെ ദീർഘദൃഷ്ടിയോടുകൂടി സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ഒരു നല്ല ഭക്ഷണം പോലും അവർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നല്ല ഉടുവസ്ത്രം കിട്ടിയിട്ടില്ല, നല്ല സൗകര്യങ്ങളിൽ അവർ ജീവിച്ചിട്ടില്ല. ഇന്ന് നമ്മളൊക്കെ വലിയ സൗകര്യങ്ങൾക്ക് നടുവിലാണ് ജീവിക്കുന്നത്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും പിന്നെ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ? ഉള്ളിൽ സംതൃപ്തിയില്ല. നമ്മൾ ചിന്തിക്കേണ്ട വലിയ ഇന്നർ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇൻറ്റേർണൽ ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ അതിന് ആസ്പദമായ അല്ലെങ്കിൽ അതുണ്ടാവാൻ ആസ്പദമായ കാര്യങ്ങൾ നമ്മുടെ നഫ്സിൽ നിന്നുണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നിന്നും നമ്മുടെ നിയ്യത്തിൽ നിന്നും ഉണ്ടാവണം, അല്ലേ? ഏതൊരു കർമ്മം നമ്മൾ നിർവഹിക്കുമ്പോഴും ആത്യന്തികമായി നമ്മൾ ആഗ്രഹിക്കേണ്ടത് അള്ളാഹിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പരിഗണനയും അള്ളാഹിൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ പലപ്പോഴും മാതാപിതാക്കളെ സർവീസ് ചെയ്യുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അമ്മായിമ്മ കലഹങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടൊക്കെ എനിക്ക് തോന്നിയ ഒരു സംഗതി, അതൊരു പരീക്ഷണമാണ്. സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രായം ചെന്ന ഒരു മാതാപിതാക്കളെ അല്ലെങ്കിൽ അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മോഷനെ അയാൾക്ക് കൊടുത്തു എന്നുള്ളത് ആ വ്യക്തിക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് നൽകിയൊരു പരീക്ഷണമാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്രത്തോളം ക്ഷമ അവലംബിക്കുന്നുണ്ട്, ഏറ്റവും ആത്മാർത്ഥമായി അവരെ പരിചരിക്കുന്നുണ്ട്, എത്രമാത്രം നമ്മൾ പരിചരണവും കെയറിങ്ങും കൊടുത്തു അത്രമാത്രം കുറ്റങ്ങളായിരിക്കും കൂടുതൽ കേൾക്കുക എന്നുള്ളത് അനുഭവങ്ങൾ. അതായത് ഏറ്റവും നന്നായിട്ട് ആ ഉമ്മയെ അല്ലെങ്കിൽ അമ്മായിമ്മയെ അല്ലെങ്കിൽ അമ്മോഷനെ ആരാ പരിചരിച്ചത് നിങ്ങൾ അന്വേഷിച്ച് നോക്കുന്നുണ്ട്, അവർക്ക് ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ കുറ്റങ്ങൾ ഉണ്ടാവുന്നത്? അവർ പരിഗണിച്ചത് കൊണ്ടും പരിചരിച്ചത് കൊണ്ടുമാണ്. അപ്പോൾ മറ്റുള്ളവർ വന്ന് വേണ്ടാത്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പോകുമ്പോൾ അവരുടെ ആ മോശപ്പെട്ട സംസാരത്തെ ക്ഷമിക്കാനുള്ള കഴിവ് ഈ നോക്കിയ ആൾക്കുണ്ടോ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു തആല യഥാർത്ഥത്തിൽ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ വജ്ഹ്,
അതിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആര് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്കത് പ്രശ്നമാവില്ല. അപ്പോൾ ഈ പ്രായം ചെന്ന ആളുകളെ പരിചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അവരുടെ ശാരീരികമായിട്ടുള്ള പരിചരണമാണ്. അല്ലേ? അവർ പ്രായം ചെന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ബെല്ലും ബ്രേക്കും നഷ്ടപ്പെട്ടു. അവർക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ പരസഹായം വേണ്ടി വരും. അപ്പോൾ നമ്മൾ നല്ല ആരോഗ്യമുള്ളവരാണ്. അല്ലേ? ഇപ്പോൾ അവർ ആരോഗ്യമുള്ള ഘട്ടത്തിൽ ചെയ്ത പല കാര്യങ്ങൾക്കും അവർക്കിപ്പോൾ സ്വയം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഡിപ്പെൻഡൻ്റാണ്, അവർ ആശ്രിതരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയം അവർക്ക് വേണ്ടി നീക്കി വെക്കുക എന്നുള്ള ഒന്ന്. രണ്ടാമത്തത് അവരെ ഇരുത്താനും കിടത്താനും ടോയ്ലറ്റിൽ കൊണ്ടുപോകാനും അവർക്ക് മരുന്ന് എടുത്തു കൊടുക്കാനും അവർക്ക് വെള്ളം കൊടുക്കാനും. അല്ലേ? വീണ്ടും വീണ്ടും ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മ 93 വയസ്സായി. എൻ്റെ ഉമ്മനെ എനിക്കറിയാം. ഏകദേശം ഇപ്പം മെമ്മറി ഒക്കെ മിസ്സാവുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഒരേ കാര്യം തന്നെ പല ആവർത്തി ആ ഉമ്മ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അള്ള ടെസ്റ്റ് ചെയ്യുന്നത് ആ ചോദ്യത്തിന് വളരെ വിനയത്തോടു കൂടി മാന്യമായി, അല്ലേ, ഖൂലു ഖൗലൻ സദീദ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കരീമ എന്ന് പറഞ്ഞു. അല്ലേ? മാന്യമായ സംസാരം. ചേന്ന് പറയരുതെന്ന് പറഞ്ഞാൽ ചേന്ന് പറയിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഈ പ്രായത്തിലുണ്ടാവും. അല്ലെങ്കിൽ ഏറ്റവും നന്നായി പരിചരിക്കുന്ന കുട്ടിയോട് പോലും കയർത്ത് ആ ഉമ്മ അല്ലെങ്കിൽ വല്യപ്പ സംസാരിക്കും. അപ്പോൾ അവരോട് ക്ഷമ കാണിക്കുക എന്നുള്ളത് നല്ല പണിയാണ്. അതാണ് നമ്മൾ നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ടത്. മക്കളിത് നോക്കി കാണുന്നുണ്ട് എന്നുള്ളതും കൂടി വേറെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലേ? നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ടാവും. ഒരു പേരക്കുട്ടി പറയുന്ന ഒരു പാത്രം എടുത്തു വെക്കുന്ന ഒരു കഥ ഉണ്ട്. അപ്പോൾ ഈ പാത്രം എടുത്തു വെക്കുന്നത് എന്തിനാണ്? നിങ്ങൾ വയസ്സാകുന്ന സമയത്ത് നിങ്ങൾക്ക് വിളമ്പിത്തരാനാണ്. കാരണം പ്രായം ചെന്ന ആ വല്യപ്പക്ക് നിങ്ങൾ വിളമ്പുന്നത് അല്ലെങ്കിൽ വല്യമ്മക്ക് വിളമ്പുന്നത് ഈ പാത്രത്തിലാണ്. എല്ലാം നിരീക്ഷിക്കുന്ന നമ്മുടെ മക്കൾക്ക് മാതൃകയാവാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കളോട് പ്രായം ചെന്നവരോട് കയർക്കുന്നുണ്ടോ? അവരെ നമ്മൾ മുന്തിയ പരിഗണന കൊടുക്കുന്നുണ്ടോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ മാറാത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ റഹ്മത്ത് തടയപ്പെടും. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ പാരൻസ് എന്നത്. അഥവാ അവർക്ക് വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് നമ്മളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ നമ്മുടെ പരിചരണവും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട അതിനേക്കാൾ വലിയൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞു വെച്ച കാര്യം. അഥവാ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപകാരങ്ങൾ ചെയ്യുന്നവരാണ് പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാറുള്ളത്. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നിനക്ക് ഞാൻ ആ ഒരു ഉപകാരം ചെയ്തു, അതുകൊണ്ടായിരിക്കുമല്ലേ നീ എന്നോട് ഇത്രമാത്രം ക്രൂരത കാണിക്കുന്നത് നമ്മൾ പറയാറുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ ആ ഉപകാരങ്ങളെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരവും പെരുമാറ്റം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യം, വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ മെമ്മറി കുറഞ്ഞു പോവാം, ദേഷ്യവും വാശിയും കൂടാം. അല്ലെ? കുട്ടികളെപ്പോലെ അല്ലെങ്കിൽ കുട്ടികളെക്കാളും വാശിയുള്ളവരായിട്ട് അവർ മാറാം, ദേഷ്യമുള്ളവരായിട്ട് മാറാം. അവിടെ ചോദിച്ച കാര്യങ്ങൾ വീണ്ടും 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 ആവർത്തിച്ച് നമ്മോട് ചോദിക്കാം, ആവശ്യപ്പെടാം. ഒരു പക്ഷേ നമ്മൾ പറയുന്ന പല കാര്യങ്ങൾക്കും നേരെ വിപരീതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത മറുപടി ആയിരിക്കാം ഒരു പക്ഷേ വരാം. അവിടെയൊക്കെ ക്ഷമിക്കാനും, ഇതൊക്കെ ആ ഒരു പ്രായത്തിൻ്റെ പ്രയാസമാണ്. ഞാനും ഇന്നല്ലെങ്കിൽ നാളെ ആ രൂപത്തിലേക്ക് എത്തിച്ചേരേണ്ടവനാണ്. എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ മക്കൾ കാണുന്നുണ്ട് എന്നൊരു ബോധത്തോടു കൂടി പെരുമാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതിന് ക്ഷമയാണ് ഏറ്റവും വലിയ അവലംബം എന്നുകൂടിയാണ് സ്നേഹക്കൂട് ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങളോട് പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭക്ഷണം എന്നുള്ളത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഭക്ഷണമൊക്കെ ഒരുക്കി നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഉപ്പ് അധികമാണ്, എരിവ് അധികമാണ്, അല്ലെങ്കിൽ ഇത് ചൂടില്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് വേണ്ട. അതായത് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അവർക്ക് വേണ്ടി ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഉമ്മമാർ. അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകൾക്കുള്ള ഫുഡ് വീട്ടിലുള്ള ആളുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഇതെനിക്ക് വേണ്ട ഈ റിജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനു വേണ്ടി അധ്വാനിച്ച ആൾക്ക് അത് വലിയ പ്രയാസം സൃഷ്ടിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രായം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ആരോഗ്യം ക്ഷയിക്കുന്നുണ്ട്. അതുകൊണ്ട് മുമ്പ് എനർജറ്റിക് ആയിരുന്ന സമയത്തുണ്ടായിരുന്ന പ്രതികരണമാവില്ല അവർക്കുണ്ടാവുക. അത് നമ്മെ അവർ ആക്ഷേപിക്കുകയല്ല, യഥാർത്ഥത്തിൽ
അവരുടെ നിയന്ത്രണം അവർക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. 2, അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള കാര്യങ്ങൾ സന്ദർഭോചിതമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പോൾ ചൂടുവെള്ളം കിട്ടുക അല്ലെങ്കിൽ ചായ കിട്ടുക, നല്ല ഒരു കപ്പ് ചായ വേണം, അത് ഇന്ന സമയത്ത് കിട്ടണമെന്നൊരു ചിട്ടയുള്ള ഉപ്പയാണ് അല്ലെങ്കിൽ ഉമ്മയാണെങ്കിൽ മരുമകളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടറിഞ്ഞ് ആ ടൈമിന് അത് കൊണ്ടുപോയി കൊടുത്താൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കും. ഇപ്പോൾ ചൂടുവെള്ളം വേണം കുളിക്കാൻ, അത് അവരുടെ ഒരു ശീലമാണെങ്കിൽ ആ ചൂടുവെള്ളം ഒന്ന് തയ്യാറാക്കി വെക്കുക. അല്ലെങ്കിൽ അവരുടെ വസ്ത്രം ഇന്ന സ്ഥലത്ത് അടുക്കും ചിട്ടയോടും കൂടി വെക്കണം എന്നുള്ള ഒരു പാറ്റേണിലാണ് ആ ഉമ്മ ഉള്ളത് എങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് പരിചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവില്ല. അതായത് ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് മാറുന്ന, അല്ലേ, കുട്ടിത്തത്തിലേക്കാണ് സത്യത്തിൽ അവർ മാറുക. ആ സമയത്ത് കുട്ടിയുടെ വാശി ഉണ്ടാവും, കുട്ടിയുടെ ദേഷ്യം ഉണ്ടാവും, പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് ട്യൂൺ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ട്യൂൺ ചെയ്യാൻ, മാറാൻ നമ്മൾ തയ്യാറാവുക. നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. പലപ്പോഴും അവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അത് വിളിച്ചു പറഞ്ഞ് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. പലപ്പോഴും പിന്നെ ഈ നാത്തുമാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ പ്രായം ചെന്ന ആളുകളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവരുണ്ടാവും. ഇത് ഫോണിൽ കൂടി പറയാണ് ഇവരുടെ കുറ്റങ്ങൾ. അതുകൊണ്ടൊന്നും ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, പ്രായം ചെന്ന ആളുകളുടെ ഭക്ഷണം, അതുപോലെ പാനീയം, അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം പെട്ടെന്ന് മൂത്രം ഒഴിച്ചു പോവും, മൂത്രം നിയന്ത്രിക്കാൻ പറ്റില്ല, അല്ലേ? അതുപോലെ തന്നെ ബെഡ് റിഡനായി കിടക്കുന്ന ആളുകൾക്ക് ബെഡ് സോർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബെഡ് സോർ എന്ന് പറഞ്ഞാൽ വ്രണങ്ങൾ ഉണ്ടാവുക, മുറിവുകൾ ഉണ്ടാവുക. അപ്പോൾ അത് പരിചരിക്കുന്ന റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന ഘട്ടത്തിൽ അവിടെ ഒരു നല്ല ഫ്രാഗ്രൻസ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് പുറമേ നിന്ന് ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവർ എന്താണ് ഈ വീട്ടിൻ്റെ മണം? കാരണം നമ്മൾ ആ വീട്ടിൽ ജീവിക്കുമ്പോൾ അവിടെ മോശപ്പെട്ട ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ പുറമേ നിന്ന് വരുന്ന ആൾ പെട്ടെന്ന് അവർക്ക് മോശപ്പെട്ട സ്മെല്ല് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എത്ര നന്നായി നമ്മൾ പരിചരിച്ചാലും പുറമേ നിന്ന് ആളുകൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തി അത് പറഞ്ഞിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി മാറണമെന്നല്ല ഞാൻ പറയുന്നത്, അത് നമ്മൾ പ്രതീക്ഷിക്കണം. ഏറ്റവും നന്നായി പരിചരിക്കുന്ന ഒരു മരുമകളാണെങ്കിൽ എപ്പോഴെങ്കിലും വരുന്ന, മാസത്തിലൊരിക്കലോ 2 തവണയൊക്കെ വരുന്ന ഒരു സിസ്റ്റർ ഉണ്ടാവും, അല്ലേ, നാത്തൂൻ ഉണ്ടാവും. ആ നാത്തൂൻ അന്ന് വന്നിട്ട് ഒന്ന് കുളിപ്പിച്ച് പോവും. ആ കുളിപ്പിച്ച് പോകുന്നതോടുകൂടി ഉമ്മ സർട്ടിഫിക്കേഷൻ ആർക്കാ കൊടുക്കുക? ഈ നാത്തൂനാണ്, അല്ലെങ്കിൽ സ്വന്തം മകൾക്കാണ്. ഇതാരെ മുമ്പെന്നാണ് പറയുന്നത്? മരുമകളുടെ മുമ്പിൽ വെച്ച് മറ്റൊരു ഫോണിൽ കൂടി ഓള് വന്നിരുന്നു, ഓളിന്നെ മാന്യമായിട്ട് ഡീൽ ചെയ്തു, നന്നായി കുളിപ്പിച്ചു. 28 ദിവസവും നോക്കുന്നത് ആരാണ്? മരുമകളാണ്. പക്ഷെ ആ മരുമകൾ നോക്കിയത് എവിടെ ഉണ്ടാവില്ല. ഈ ഒരു സങ്കടം സത്യത്തിൽ മിക്ക മരുമക്കളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ മരുമക്കളോട് സ്നേഹക്കൂടിന് പറയാനുള്ളത്, നാളെ സ്വർഗം കിട്ടാൻ വേണ്ടി നിങ്ങളത് ക്ഷമിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് സ്വർഗം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടുന്ന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുകയില്ല. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ തന്നെ വഹ്ഫിൽ ലഹുമ ജനാഹദുല്ലി മിനർ റഹ്മ എന്നുള്ള ആയത്ത് നമ്മോട് പറയുന്നത്. നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് വിരിച്ചു കൊടുക്കണം. അവരിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യത്തിന് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്കും അതല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ ഉപകാരം ചെയ്ത് അവർക്കും തെറ്റാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കേണ്ടത് ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രതിഫലങ്ങളോ പാരിതോഷികങ്ങളോ അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങളാണ്, അതുപോലെയുള്ള റിവാർഡുകളാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു ആനന്ദവും മനസ്സിന് കൺകുളിർമയും കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞൊരു കാര്യം, നമ്മളൊരു പക്ഷേ ഭൂരിഭാഗം ദിവസങ്ങളിലും നമ്മളായിരിക്കും പരിചരിക്കുന്നത്. ആ പരിചരണത്തിൽ ഒരു കുറവും നമ്മൾ വരുത്താറുണ്ടാവില്ല. അവിടെ കിടപ്പ് രോഗികളായ ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എത്ര വൃത്തിയാക്കിയാലും ഒരു പക്ഷേ അവിടെ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും. വരുന്ന ആളുകൾ 1-2 മിനിറ്റുകൾ അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം ഉണ്ടാവുക. അവർക്കൊരുപാട് പറയാം. പക്ഷേ അവർ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഞാൻ നിർവഹിക്കുകയും അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഞാൻ കാക്ഷിക്കുകയും ചെയ്യുന്നു, ബാക്കിയുള്ളത് എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നു, പരിചരിക്കുന്ന എന്നൊരർത്ഥത്തിൽ വരുത്തി തീർക്കുകയാണെങ്കിൽ, ആ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ
അതിന് വലിയ ഗുണം ഈ ലോകത്ത് നിന്ന് ലഭിക്കും, പരലോകത്ത് നിന്ന് യാതൊരു സംശയമില്ലല്ലോ. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. അഥവാ ഇതുപോലെയുള്ള മേഖലകളിൽ നമ്മൾ ഇടപെടുമ്പോൾ അവിടെ കാരുണ്യത്തിൻ്റെ ചിറകുകളാണ് നമ്മൾ വിടർത്തി വെക്കേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങോട്ടെന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ അതിനെ മറുത്തു പറയുന്നതല്ല. സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുതിർന്ന ആളുകൾ ആ ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ ഡെയിലി റൊട്ടീൻ, നിത്യജീവിതത്തിലെ ചര്യകൾ, ചില ആളുകൾ വളരെ അടുക്കും ചിട്ടയിൽ പോകുന്ന ആളുകളായിരിക്കും. അവരുടെ വസ്ത്രങ്ങൾ കൃത്യമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. അവർക്കുള്ള ഭക്ഷണത്തിൻ്റെ സമയത്തിൽ അതൊരു കൃത്യതയുണ്ടാവും. അതൊക്കെ വാർദ്ധക്യത്തിലെത്തി കിടപ്പിലായ അല്ലെങ്കിൽ നമ്മളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താളം തെറ്റുമ്പോൾ സ്വാഭാവികമായും പ്രയാസങ്ങളായിരിക്കും അവർക്കുണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ശുചിത്വത്തിൻ്റെ കാര്യമാണ്. ശുചിത്വം, വൃത്തി എന്നുള്ളത്, ആ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ വൃത്തിയുള്ളതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, പ്രായം ചെന്നവർ വൃത്തിയുള്ളതായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ പ്രായമുള്ള ആളുകൾ വീട്ടിലുണ്ടാവുമ്പോൾ പരിചരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു പാവപ്പെട്ടവൻ്റെ വീട്ടിലും അതിനൊക്കെ പറ്റുന്ന സ്മെല്ലെല്ലാം കിട്ടുന്ന നല്ല വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ പണമൊന്നും അതിന് വേണ്ടി വരില്ല. അപ്പോൾ അത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി അതിനുള്ള ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്തുണ്ടായിരിക്കും, ഒരു നല്ല സ്മെല്ലുണ്ടാവാൻ കാരണമാവും. അതുപോലെ ആ റൂമിലൊക്കെ ചിലപ്പോൾ മൂത്രം അല്ലേ, രാവിലെ സാധാരണ സംഭവിക്കുന്ന ഒരു അപാകത, ചില രോഗികളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരും. ഈ സന്ദർശിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് പറയുന്നത്. കാരണം അതിരാവിലെ വരുമ്പോൾ അവരെ പരിചരിക്കുന്ന സമയമാണ് അതിരാവിലെ. കാരണം അവർ ചിലപ്പോൾ അപ്പി ഇട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും. അതേ സമയത്ത് തന്നെ ചെറിയ കുട്ടികൾ സ്കൂളിലോ മദ്രസിലോ പോകാനുണ്ടാവും. അപ്പോൾ മരുമകൾ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതേ മരുമകൾ തന്നെ വന്നിട്ട് വേണം വീട്ടിൽ ഈ പ്രായം ചെന്നവരെ പരിചരിക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് അവർക്ക് ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആ ഗസ്റ്റ് നേരിട്ട് ഏത് റൂമിലേക്കാണ് വരിക? ഈ ഉമ്മൻ്റെ റൂമിലേക്കാണ് വരിക. അപ്പോൾ പറയും, ആ മരുമകൾ ശ്രദ്ധിക്കില്ലല്ലേ. യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാത്രി വളരെ ക്ഷീണിച്ച് ഒരുപാട് നേരം കഴിഞ്ഞിട്ടായിരിക്കും ആ മരുമകൾ കിടന്നുറങ്ങിയത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ വിളിക്കുന്ന ഒരു സ്വഭാവം ഈ വൃദ്ധയായ അല്ലെങ്കിൽ വൃദ്ധനായിട്ടുള്ള ആൾക്ക് ഉണ്ട് എങ്കിൽ അവർക്ക് മര്യാദക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ ഉറക്കമെല്ലാം ഒഴിച്ച് അതിരാവിലെ എഴുന്നേറ്റ് മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നു. ഈ വീട്ടിലുള്ള മൊത്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ മരുമകളാണ്, അല്ലെങ്കിൽ ആ വീട്ടിലുള്ള വ്യക്തിയാണ്. അപ്പോൾ അവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഞാൻ പറയുന്നു. അവിടെ സന്ദർശകർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതുപോലെ വീട്ടിലുള്ളവർ ആ വീട് മെയിൻലി വൃത്തിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിനൊക്കെ പ്രതിഫലമുണ്ട് അല്ലേ. പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. എല്ലാം ഭാര്യയുടെ ഡ്യൂട്ടിയായി കൊടുക്കാതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സ്വന്തം ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം, എൻ്റെ ഉമ്മക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായ സമയത്ത് ഉമ്മ എൻ്റെ സിസ്റ്ററുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് ഉമ്മയുടെ കാര്യത്തിൽ സിസ്റ്റർ പെട്ടെന്ന് തന്നെ വിളിച്ചപ്പോൾ ഓൺ ദി സ്പോട്ട് ഞാൻ അവിടെ എത്തി. അവിടെ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് അവർ ക്ഷീണിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഒറ്റയ്ക്ക് താങ്ങാനും എടുത്തു കൊണ്ടുപോകാനും ഒന്നും അവർക്ക് സാധിക്കാതെ വരും. അപ്പോൾ മുതിർന്ന ഒരു ആണ് ആ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് വലിയ സഹായമായിരിക്കും. ഇത് ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഭാര്യ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് അവരുടെ ചുമലിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ പത്രം വായിക്കാനോ അല്ലെങ്കിൽ TV കാണാനോ അല്ലെങ്കിൽ മൊബൈൽ കാണാനോ സമയം ചിലവഴിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാർ വീട്ടിലുണ്ട്. ഇവിടെ ഭർത്താക്കന്മാരറിയേണ്ടത്, ഞാൻ ഈ അടുത്തൊരു ചെറിയൊരു വീഡിയോ കണ്ടു, ഒരു എന്ത് മല മറിക്കണ പണിയാണ് എനിക്ക് ഇവിടെ പരയിലുള്ളത് ചോദിക്കുന്നുണ്ട്. സത്യത്തിലൊരു പെണ്ണ് സാധുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, രാവിലെ എഴുന്നേറ്റ സമയം മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഒരു പെണ്ണ്, ഒരു ഭാര്യ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിന് മാത്രം വലുതാണ്. അതിന് വേണ്ട ഒരു റെക്കഗ്നീഷൻ, അംഗീകാരം പലപ്പോഴും പാവപ്പെട്ട നമ്മുടെ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. അതാണ് അവർ ഇന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ ഏറ്റവും വലിയ കാരണം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ് ഞാൻ പറയാം. ഭർത്താവ് പ്രവാസിയാണ്. പ്രവാസി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ആദ്യമൊക്കെ 6 മാസം കഴിഞ്ഞ് വരാറുണ്ടായി. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. വന്ന സമയത്ത് ഭാര്യ ഒരു ബെല്ലും ബ്രേക്കും നഷ്ടപ്പെട്ട ഒരു ആബ്സെൻറ്റ് മൈൻഡഡ് ക്യാരക്ടർ
പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് ഈ സഹോദരിയോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, മൂപ്പര് വീട്ടിൽ വന്നതിന് ശേഷം എന്നോടൊന്നും സംസാരിക്കുന്നില്ല, മിക്കവാറും അയാൾ സംസാരിക്കുന്നത് മൊബൈലിനോടാണ്. അതായത് ഒരു വർഷത്തിൽ ഒരു മാസത്തെ അല്ലെങ്കിൽ 20 ദിവസത്തെ വെക്കേഷന് വന്ന ഭർത്താവ് ഭാര്യ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഭാര്യയ്ക്ക് കിട്ടുന്നില്ല. ഈ ഒരു വിഷമമാണ് അവൾ സ്വയം സഹിക്കുന്നതും കൗൺസിലിങ്ങിന് വിധേയമാവുന്നതും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പെരുമാറിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് എനർജറ്റിക് ആവാൻ പറ്റും. അവർ ക്ഷീണിച്ചു പോകുന്ന അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? എന്നെ പരിചരിക്കാൻ ആരുമില്ല, എന്നോട് സംസാരിക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. ഇതൊക്കെ അവരുടെ ഉള്ളിൽ അടങ്ങിയ സങ്കടങ്ങളാണ്. ഇതേ വ്യക്തി തന്നെയാണ് പ്രായം ചെന്ന മാതാപിതാക്കൾ, ചിലപ്പോൾ മാനസിക രോഗികൾ. കഴിഞ്ഞ ഒരു കേസിൽ വന്നത് മാനസിക രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഉമ്മ, വാപ്പയും പ്രായം ചെന്നിട്ടുണ്ട്, ഇവരും പ്രായം ചെന്നിട്ടുണ്ട്, ഭർത്താവ് കുറച്ച് ദൂരെയാണ്, വല്ലപ്പോഴാണ് ഭർത്താവ് വരുന്നത്. എന്നാൽ ഈ ഒരു പിരിമുറുക്കത്തിൽ എത്ര ഖിദ്മത്ത് ചെയ്താലും എത്ര സേവനം ചെയ്താലും ഒരു നല്ല വാക്ക് ഈ മാനസിക രോഗത്തിന് അടിമയായ ഉമ്മയിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് കിട്ടാനില്ല. അവളൊരു യുവതിയാണ്, അവൾക്ക് അവളുടെ 2 ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികളെ പരിചരിക്കണം, 70 വയസ്സുള്ള ഈ ഉപ്പയെ പരിചരിക്കണം, മാനസിക വിഭ്രാന്തിയുള്ള ഉമ്മയെ പരിചരിക്കണം. ഇതിന് നടുവിൽ വീർപ്പ് മുട്ടാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഭർത്താവ് വേണ്ട ഒരു സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എന്നാൽ ചില ഭർത്താക്കന്മാർ ചെയ്യുന്നത് എന്താ, അവർ ഭക്ഷണം റെഡിയായോ, വെള്ളം റെഡിയായോ, മറ്റേ റെഡിയായോ, ഇങ്ങനെ ഓർഡർ ചെയ്യാണ്. ഇതിലൊന്നും തീരെ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. ഇതാണ് സ്നേഹക്കൂടിന് ഭർത്താക്കന്മാരോട് കാര്യമായിട്ട് പറയാനുള്ളത്. മെഴുകുതിരി പോലെ സ്വയം ഉരുകി മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവരാണ് നമ്മുടെ വീടുകളിലുള്ള ഓരോ സ്ത്രീകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അതിരാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവർ അവരാണ്, ഏറെ വൈകി കിടന്നുറങ്ങുന്നതും അവരാണ്. നമ്മൾ നമ്മുടെ ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്ന അവസരത്തിൽ വീടിൻ്റെ മുഴുവൻ പരിചരണങ്ങളും ഏറ്റെടുക്കുന്നത് അവരാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ, അവരെ സ്കൂളുകളിൽ പറഞ്ഞയക്കുന്നതിൻ്റെ കാര്യത്തിൽ, അവരുടെ വസ്ത്രവും ഭക്ഷണവും തയ്യാറാക്കുന്നതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. പക്ഷേ അർഹിക്കുന്ന ഒരു അംഗീകാരമോ അതല്ലെങ്കിൽ ഒരു അപ്രീസിയേഷനോ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ അവർക്ക് മറ്റൊരു ഭാരം കൂടിയാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വയോജനങ്ങളായ വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾ ഒരു പക്ഷേ അവരെയും ഇവർ പരിചരിക്കുന്നു. ആ പരിചരിക്കുന്നതിലും അവർക്ക് പരിചരിക്കുന്നവരിൽ നിന്നും ഒരു പക്ഷേ നല്ല വാക്കുകൾ കിട്ടിയിട്ടില്ലെങ്കിലും ഭർത്താക്കന്മാരായ ആളുകൾ അല്ലെങ്കിൽ ആ വീട്ടിലെ മറ്റു ആളുകൾ എന്തെങ്കിലും നല്ലൊരു മാനസികമായ സപ്പോർട്ട് നൽകാനെങ്കിലും ശ്രദ്ധിക്കണമെന്നാണ് സ്നേഹക്കൂടിന് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ സർ, ഇപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക്, നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യം, നമ്മുടെ നാടുകളിൽ നിന്നും വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന വലിയ എണ്ണം ഇപ്പോൾ നമ്മൾ കാണുന്നു. അപ്പോൾ പഠനത്തിന് വേണ്ടിയല്ല പലപ്പോഴും കുട്ടികൾ പോകുന്നത്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ, UK-യിലേക്കും കാനഡയിലേക്കൊക്കെ പോകുന്ന, അവിടെ പഠിച്ച് അവസാനം അവിടെ ജോലി നേടിയ പല ആളുകളെയൊക്കെ നമ്മൾ കാണുമ്പോൾ മുൻപേ പോയ ആളുകളാണ് അവരൊക്കെ ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ പോകുന്ന പോലെയല്ല. അപ്പോൾ എന്താണ് അവിടെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പറയാറുള്ളത് ഈ വയോജന പരിചരണമാണെന്നുള്ളതാണ്. ജീറിയാട്രിക്സ് ഈ മേഖലയിലാണ് പല ആളുകളും. അപ്പോൾ ജീറിയാട്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടന്മാരായ ആളുകൾക്ക് ഒരു പക്ഷേ മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഭൂരിഭാഗം ആളുകളും ആ മേഖലയിലുള്ള വൃദ്ധസദനങ്ങൾ, നമ്മൾ വൃദ്ധസദനങ്ങൾ എന്ന് പറഞ്ഞ് ആ രൂപത്തിലുള്ള സെൻറ്ററുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നാടുകളിൽ ഒരു പക്ഷേ അവരുടെ മാതാപിതാക്കൾ ഏകാന്തത അനുഭവിക്കുന്നു. എന്നാൽ അവർ പഠിച്ചൊരു ജോലി നേടുന്നത് വിദേശത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കണം. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഈ റീഹാബിലിറ്റേഷൻ എന്നുള്ളത് പുനരധിവാസ മേഖല ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലാണ്, എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ അവർക്ക് നാട്ടിലിരിക്കാൻ പറ്റുന്നില്ല, മാതാപിതാക്കളെ പരിചരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം വൃദ്ധസദനങ്ങളിൽ ജെറിയാട്രിക് സെൻ്ററുകളിൽ അവരെ കൊണ്ടുപോയി ആക്കുന്നത്. അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമേ അല്ല. കാരണം അവർ പ്രായമാവുന്ന ഘട്ടത്തിൽ അവർക്ക് പരിഗണന കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് തന്നെ എന്താ, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം മിമ്പറിലേക്ക് കയറുന്ന ഘട്ടത്തിൽ ആമീൻ പറഞ്ഞു. 3 കാര്യത്തിലാണ് ആമീൻ പറഞ്ഞത് നമുക്കറിയാം. അതിലൊരു വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത്, പ്രായമായ മാതാപിതാക്കൾ ഒരാൾക്ക് ലഭിച്ചിട്ട് അയാൾക്ക് സ്വർഗം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആ വ്യക്തി വിദൂരമാവട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ഒരു കാര്യമാണ് മാതാപിതാക്കളെ പരിചരിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എനിക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം, എൻ്റെ സുഹബത്ത്, എൻ്റെ സാമീപ്യം, എൻ്റെ സഹവാസം ഞാൻ നന്നാക്കേണ്ടത് ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി ഉമ്മയോട്, പിന്നെ നാലാമത്താണ് ഉപ്പ പറഞ്ഞത്. അപ്പം നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതായത് നമ്മൾ മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ പരിചരിക്കുക, അവരോട് മാന്യമായി പെരുമാറുക, അവരോടൊന്നിച്ച് സഹവസിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതിലൊരപ്പീലുമില്ല. അത് അള്ളാഹുവെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ പറയുന്ന കാര്യം ഈ വിഷയമാണ്. അതുകൊണ്ട് ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ, പുനരധിവാസ കേന്ദ്രങ്ങളിൽ നല്ല പണവും സൗകര്യങ്ങളൊക്കെ വെച്ച് അവരെ നോക്കുക എന്നുള്ളതല്ല, നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ അവരെ നോക്കണം. അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാവണം. നമ്മൾ അവരെ കൊണ്ട് യാത്ര ചെയ്യണം. അവർക്ക് ആവശ്യമായ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് സ്വന്തം ജീവിതത്തിൽ നിന്നുണ്ടായ ഒരു അനുഭവം എന്നോട് പങ്കുവച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വീട്ടിലേക്ക് സാധനങ്ങൾ, ബിസ്ക്കറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉമ്മക്ക് കൊണ്ടുപോയിട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി ഭാര്യക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കണു. അപ്പോൾ ഭാര്യ ചോദിച്ചു പോലും, ഉമ്മക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മ ജ്യേഷ്ഠനും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കണേ, കുട്ടിയൊക്കെ കൊടുക്കണേ, എന്തിനാ ഞങ്ങൾ ഉമ്മക്ക് ഇത് കൊടുക്കുന്നത്? അപ്പോൾ എനിക്കതിൻ്റെ ഹിക്മത്ത് മനസ്സിലായോ. ഞാനിത് ഉമ്മക്ക് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട്. നാളെ ഈ ഉമ്മയും ഉപ്പയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെയും നിൻ്റെയും മക്കൾ നിന്നെ നോക്കണമെങ്കിൽ, നിന്നെ പരിചരിക്കണമെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ നൽകുന്നത് എൻ്റെ ഉമ്മക്കാണ് എന്നുള്ളത് എൻ്റെ കുട്ടി മനസ്സിലാക്കണം. അപ്പോൾ നാളെ നിൻ്റെ മരുമകളോ മറ്റുള്ളവരോ വീട്ടിലെത്തുമ്പോൾ അതേ രൂപത്തിൽ എൻ്റെ മക്കൾ നിന്നോട് പെരുമാറിയിരിക്കും. ഈ ഒരു ദീർഘവീക്ഷണം പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും നമ്മളാരും ചിന്തിക്കില്ല. നമ്മളൊക്കെ ആക്സിഡൻ്റൽ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഒക്കെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, അത് 3-4 കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും. എങ്ങനെ ആയതെന്ന് പോലും അറിയില്ല. ഈ അടുത്ത് നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദാമ്പത്യ ജീവിതത്തിൻ്റെ ചേരുവകൾ, അല്ലേ? അതൊക്കെ വെറുതെ അല്ല നമ്മൾ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ള കേസുകൾ കൗൺസിലിങ്ങിന് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഒരു ചിന്താ വിഷയമായി മാറുന്നത്. നമ്മൾ ആരോടും ഇതൊന്നും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം എങ്ങനെ നന്നാവും? ഷമീം സാർ, അല്ലേ? പാരൻറ്റിങ്ങിൽ വരുന്ന മിസ്റ്റേക്സ് ആണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാതലായ പ്രശ്നം. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരമാണ്. പ്രശ്നം ഇപ്പോൾ എവരിബഡി നോസ്, എല്ലാവർക്കും അറിയാം. പ്രശ്നം എല്ലാവർക്കും അറിയാം. പരിഹാരം എന്താണ്? പാരൻറ്റിങ് എന്നുള്ള വിഷയത്തിൽ കോഴ്സുകൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ A to Z നമ്മൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ച് ആണത് നടത്തുന്നത്. ഇതുപോലെ ഒരു ഫാമിലി സെറ്റപ്പിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല? വീണ്ടും അത് വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വരികയാണ്, ഒരു 32 വയസ്സുണ്ട്, 2 ഡിവേഴ്സാണ് നടന്നത്. ഫസ്റ്റ് മാരേജ് ഡിവേഴ്സ്, നിസ്സാരമായ കാര്യത്തിന് ഡിവേഴ്സായി. ഉടനെ തന്നെ മറ്റൊരു വിവാഹം നടത്തി, അതും ഡിവേഴ്സായി. മൂന്നാമത്തതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഉമ്മയും ഉപ്പയും നിർബന്ധിച്ചു, നീ ഒരു കൗൺസിലിങ്ങിന് പോവാതെ നീ വിവാഹം കഴിക്കണ്ട. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? വിവാഹത്തിന് മുമ്പ്, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഒരു കേസ് ഇപ്പം എന്നെ വിളിച്ച് പറയാണ്, ആ കുട്ടിയുടെ 3ാമത്തെ വിവാഹമാണ് നടന്നത്. അപ്പോൾ 3ാം വിവാഹം അന്വേഷിക്കുന്നതിന് മുമ്പ് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളെ നിർബന്ധമായിട്ട് നീ കൗൺസിലിങ്ങിന് വിധേയമാവണം. ഇപ്പോൾ മാനസിക രോഗത്തിന് മരുന്ന് കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവ് അവളോട് പിണങ്ങി നിൽക്കുന്നത്. ഈ മാനസിക രോഗാവസ്ഥയിലേക്ക് ആ പെൺകുട്ടി മാറാനുള്ള കാരണങ്ങൾ നമ്മുടെ സമൂഹത്തിന് അറിയില്ല, അല്ലേ? ഓരോരുത്തരും അവരുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് മറ്റൊരാളോട് പറയാനുള്ള അവസരങ്ങൾ പോലും ഇന്നില്ല. പലർക്കും ടോക്ക് തെറാപ്പിയിൽ കൂടി കൃത്യമായിട്ട് സംസാരിച്ച ആ സംസാരം നമ്മൾ കേട്ടുകൊടുത്താൽ മതി.
പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പക്ഷേ ഇന്ന് ആർക്കും ആരോടും സംസാരിക്കാൻ നേരല്ല. എല്ലാവരും തിരക്കിലാണ്. എങ്ങോട്ടാണ് ഈ തിരക്ക് പിടിച്ച് ഓടുന്നത്? അപ്പം നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അള്ളാഹു സുബ്ഹാനഹു തആല ചില ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ദുരന്തങ്ങൾ ഉണ്ടാക്കുമ്പോഴെങ്കിലും മനുഷ്യൻ്റെ ജീവിതം വളരെ നിസ്സാരമാണ്, അല്ലേ? എന്തെല്ലാം പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ബ്രിട്ടനിലേക്ക് ആ ഫ്ലൈറ്റ് പുറപ്പെട്ടിട്ടുണ്ടാവുക. ഏതെല്ലാം പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് അതിലുള്ള യാത്രക്കാർ അവിടുന്ന് യാത്ര പോയിട്ടുണ്ടാവുക. പക്ഷെ അതൊക്കെ നൊടിയുടെ എന്തായി? ഇല്ലാതായി. ഇത്രയേ ഉള്ളൂ ലൈഫ്. ലൈഫ് എന്ന് പറഞ്ഞാൽ വമാ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഭൗതികമായ ഈ ഐഹികമായ ജീവിതം എന്നുള്ളത് വഞ്ചനാത്മകമായ വിഭവങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടതാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ റിയലൈസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ ക്രമീകരിക്കാൻ വേണ്ടി മൂല്യങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചേ പറ്റൂ. ആ മൂല്യ നിരാസത്തിൽ നിന്ന് മൂല്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലും കുടുംബത്തിലും ഒക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാവും. അതാണ് സ്നേഹക്കൂടിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം. അൽഹംദുലില്ലാ. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഏകാന്തത എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയായിട്ടാണ് പലപ്പോഴും, ആരോഗ്യമുള്ള സമയത്താണെങ്കിൽ പ്രത്യേകിച്ചും തോന്നും, ആരോഗ്യമില്ലാത്തൊരു അവസരത്തിലാണെങ്കിലും അത് തോന്നുന്നതിൽ യാതൊരു സംശയവുമില്ല. രോഗികളെ സന്ദർശിക്കുക എന്നതിന് വളരെയധികം പുണ്യമായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് മതം നമ്മളെ പഠിപ്പിച്ചിരുന്നതും. പക്ഷേ രോഗിയെ സന്ദർശിക്കേണ്ട, അഥവാ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗികളായ ആളുകളൊക്കെ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട പല മര്യാദകളെക്കുറിച്ച് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നല്ല വാക്കുകൾ അവിടെ പറയണം. രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ, അതുപോലെ പ്രായമായ ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ പരിചരിക്കുന്ന ആളുകൾ ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യത്തിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു ഏകാന്തതയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ ഏറെ അനുഭവിക്കുന്നത്, പരിചരിക്കാനൊക്കെ ഒരു പക്ഷേ ഒരു ഓട്ടോമാറ്റിക്കലി സംവിധാനങ്ങളോ അല്ലെങ്കിൽ ആ സമയത്തേക്ക് വരും. പലപ്പോഴും പല മുതിർന്ന ആളുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വീട്ടിലൊക്കെ അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ട പ്രായത്തിലെത്തുമ്പോൾ, നിങ്ങളൊക്കെ ഒന്ന് വന്നല്ലോ, സന്തോഷമായി, എത്ര നാളായി കണ്ടിട്ട് എന്ന രൂപത്തിൽ പറയാറുണ്ട്. അവിടെ ഈ ഒരു വയോജന പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാനസിക പിന്തുണയാണ്. മാനസിക പിന്തുണ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹഗ് ചെയ്യുക, ഒന്ന് ചേർത്ത് പിടിക്കുക, കൈ പിടിക്കുക, ചുംബിക്കുക. അതായത് അവരെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ടച്ച് ഹങ്ങർ എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. ഇപ്പോൾ ഉപ്പ ഉമ്മ അവരെ ആഗ്രഹിക്കുന്നുണ്ട് മകനൊന്ന് ആലിംഗനം ചെയ്യാൻ, കെട്ടിപ്പിടിക്കാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ. മകന് വലിയൊരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിച്ചോളൂ. ആ ബിസിനസ്സുകാരന് ഒരുപാട് പണം കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ബിസിനസ്സുകാരനായ മകൻ ആ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും മകനാണ്. അവൻ ഈ അവസ്ഥയിൽ എത്തിപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ എത്ര വലിയ തിരക്കിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ടൈം, അദ്ദേഹം ആ വീട്ടിൽ ചെന്ന് ഉമ്മയോട് സംസാരിക്കാൻ, ഒന്നിച്ചിരിക്കാൻ, കുശലാന്വേഷണം നടത്താൻ, ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊടുക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവർത്തനമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പറയാനുണ്ടായിരിക്കും. അപ്പോൾ ആ പറയാനുള്ളത് ആ പഴകിയ പുരാണം പറയണമെന്ന് പറയാതെ അതൊന്ന് കേട്ടുകൊടുക്കുക. ബി എ ഗുഡ് ലിസണർ. അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? പ്രത്യേകിച്ച് പ്രായം ചെന്ന റിട്ടയർഡൊക്കെ ആയിട്ടുള്ള ആളുകൾ നോക്കുകൊണ്ട്, ഒരു 70-80 വയസ്സായ ആളുകൾ നമ്മളൊന്ന് ചെന്ന് ഇരുന്നു കൊടുത്താൽ മതി. അവർക്ക് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ചരിത്രങ്ങൾ നമ്മുടെ ഇന്നുള്ള യുവജനങ്ങൾക്ക് തീരെ അറിയാതെ പോയ കാര്യം എന്താണ്? ചരിത്ര പാഠങ്ങളാണ്. ഈ ചരിത്രങ്ങൾ അറിയുന്നവരാരാണ്? പ്രായം ചെന്നവരാണ്. അപ്പോൾ അവിടെ ഒരു തെറാപ്പി എന്നുള്ള അർത്ഥത്തിൽ പ്രായം ചെന്ന ആളുകൾക്ക് മെഡിസിൻ കൊടുക്കുന്നതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. നമ്മൾ അവരോട് ഒന്നിച്ച് പോയിട്ട് ഇരുന്ന് സംസാരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് അതിനൊക്കെ പ്രൊജക്റ്റ് ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു വലിയ നന്മയാണ്. കാരണം ഈ മാനസിക രോഗങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അവർക്ക് വേണ്ടത്ര കെയറിങ് കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ പോകുന്നത്. അവർ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് രാവിലെ മുതൽ രാത്രി കിടന്നുറങ്ങുന്ന സമയം വരെ അവർ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ അടുത്ത് ആരും ചെല്ലുന്നില്ല, അല്ലേ? രോഗിയായിട്ടുള്ള ഒരാളെടുത്ത് ചെല്ലുമ്പോൾ ഇവിടെ വന്നിട്ട് എത്ര കാലമായി അവർ ചോദിക്കും. കാരണം ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല കൃത്യമായിട്ട് അവരുടെ ലിസ്റ്റിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാനസികമായ പിന്തുണ എന്നുള്ളത് അവരുടെ ഒറ്റപ്പെടൽ ഇല്ലാതാക്കും. ഒറ്റപ്പെടുക എന്നുള്ളത് നമുക്കൊക്കെ വല്ലപ്പോഴും അങ്ങനെയുള്ള വല്ല അപകടങ്ങളൊക്കെ സംഭവിച്ച ഒരനുഭവം ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. ഒറ്റപ്പെടലാണ്. കാരണം
ജോലിക്ക് പോകുന്ന ഭാര്യയാണെങ്കിൽ വീട്ടിൽ പിന്നെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇവിടെ പ്രായം ചെന്ന ആളുകളുടെ മനഃശാസ്ത്രം നമ്മുടെ കമ്മ്യൂണിറ്റി മനസ്സിലാക്കണം. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്തിട്ടില്ലേ? ഞാൻ ഈ അടുത്ത് ജാമിയ അൽ ഹിന്ദിലേക്ക് ഇങ്ങനെ യാത്ര പോവാണ്. അപ്പോൾ ആ പുഴയോട് ചാരിയിട്ടുണ്ട് ഒരു പഴയ കാറുകളൊക്കെ കൂട്ടിയിട്ട ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഈ അവസ്ഥയാണ് പ്രായം ചെന്നവർക്ക് ഇന്നുള്ളത്. ഒരു കാലത്ത് 2-3 ലക്ഷം കിലോമീറ്റർ ഓടിയ കാറുകളാണത്. ഇന്നിപ്പോൾ ആർക്കും അതിന് വേണ്ട. ഇതേ അവസ്ഥയാണ് പ്രായം ചെന്ന ആളുകൾക്ക് വീട്ടിലുള്ളത്. നമുക്ക് ഊടും പാവും നെയ്യാൻ വേണ്ടി അധ്വാനിച്ചത് ആ പ്രായം ചെന്നവരാണ്. അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവർക്ക് റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം, അവരെ നമ്മൾ ആദരിക്കണം. വീട്ടിൽ നിന്ന് മരുമകനും അല്ലെങ്കിൽ മകനും ഭാര്യയും ഇറങ്ങിപ്പോകുമ്പോൾ ഉപ്പ ഞങ്ങൾ ഇന്നോടത്ത് പോവാണ്, ഇവരിങ്ങനെ നോക്കിക്കാണ്, ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് പറയില്ല, ഒരു കൺസെൻറ്റ് വാങ്ങുന്നില്ല. അവരെ ചവിട്ടി തേച്ചുകൊണ്ടാണ് പുതുതലമുറ മുന്നോട്ട് പോകുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രതാപവും ഐശ്വര്യവും സമാധാനവും മനസ്സിലുണ്ടാവുക? അപ്പോൾ സ്നേഹക്കൂടിൽ നമുക്ക് അവസാനമായി പറയാനുള്ള വിഷയം ഇതാണ്. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം, അവർക്ക് മാനസികമായ പിന്തുണ കൊടുക്കണം. അവർക്ക് പണമല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് അൺകണ്ടീഷണൽ ലവാണ്. ഒരു നിയന്ത്രണവുമില്ലാത്ത സ്നേഹം അവർക്ക് കൊടുത്താൽ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അൽഹംദുലില്ലാ, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ. നമ്മൾക്ക് ബഹുമാനം കൊടുക്കാനും ആ ബഹുമാനം കൊടുക്കുന്നതിലൂടെ അത് നേടാനും സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ മുതിർന്ന ആളുകളെ പരിചരിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാനും മാനസികമായ പിന്തുണ നൽകാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. രോഗികളായ ഒരുപാട് ആളുകൾ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, അള്ളാഹു അവരുടെയൊക്കെ രോഗം ശിഫ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വാർദ്ധക്യത്തിലെത്ത ആളുകളെ പരിചരിക്കുന്നതായി യുവതലമുറയെ അള്ളാഹു നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് ഇൻഷാ അള്ളാഹ് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.